HAL കമ്പനിയുടെ പൂട്ടിപ്പോയ ജലശുദ്ധീകരണശാല മുനിസിപ്പാലിറ്റിക്കായി വിട്ടുകൊടുക്കണമെന്ന ഏലൂർ നഗരസഭയുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭ. പൊതുമേഖലാ സ്ഥാപനമായ HALന്റെ അധീനതയിലുണ്ടായിരുന്ന ഏലൂരിലെ ജലശുദ്ധീകരണശാലയാണ് പൊളിച്ചു നീക്കുന്നത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് കമ്പനിയുടെ ജലശുദ്ധീകരണശാല പൊതുജനങ്ങൾക്കായി വിട്ടുകിട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നൽകിയ അപേക്ഷ ഈ സർക്കാരെങ്കിലും പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടായിരത്തി 2024 ഏലൂരിൽ പ്രവർത്തിച്ചിരുന്ന HAL ജലശുദ്ധീകരണശാല അടച്ചുപൂട്ടുന്നത്. കമ്പനിയുടെ പ്രവർത്തനം നിലച്ചതോടെയായിരുന്നു നടപടി. കമ്പനിയുടെ ആവശ്യത്തിനായി പെരിയാറിൽ നിന്നും ജലമെടുത്ത് ശുദ്ധീകരിക്കുന്നതായിരുന്നു പ്ലാന്റ്. ലക്ഷക്കണക്കിന് ലിറ്റർ സംഭരണശേഷിയുള്ള പ്ലാന്റ് പൊതുജനങ്ങളുടെ ആവശ്യത്തിനായി വിട്ടുകിട്ടണമെന്നായിരുന്നു നഗരസഭയുടെ ആവശ്യം. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് ജലലഭ്യത ഉറപ്പുവരുത്താൻ ഇത് സഹായകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇത്തരമൊരു ആവശ്യം നഗരസഭ സർക്കാരിന് മുന്നിൽ വെച്ചത്. കമ്പനി നിർത്തിയതിനു ശേഷം പ്ലാന്റ് പൂർണ്ണമായി അടച്ചിടുകയും ആ സമയത്ത് ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും എല്ലാ രീതിയിലും നല്ലൊരു സംവിധാനത്തിൽ നിന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. അത് പൂട്ടിക്കിടന്നു. ആ സമയത്ത് തന്നെ ഏലൂർ നഗരസഭ കൗൺസിൽ യോഗം കൂടി ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നഗരസഭയ്ക്കായി വിട്ടുതരണമെന്ന് പറഞ്ഞു. കുടിവെള്ളത്തിന് രൂക്ഷമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശങ്ങൾ നമ്മുടെ ഈ നഗരസഭയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നഗരസഭയ്ക്ക് വിട്ടു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നൊരു പ്രമേയം പാസാക്കി ബന്ധപ്പെട്ട സർക്കാരിന് കൊടുക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പനിയുടെ മാനേജ്മെൻറ്റിന് കൊടുക്കുകയും എല്ലാം ചെയ്തു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അപേക്ഷ നൽകിയെങ്കിലും ഇത് പരിഗണിക്കപ്പെട്ടില്ല. ഈ സർക്കാരെങ്കിലും നഗരസഭയുടെ ആവശ്യം പരിഗണിക്കുമെന്നാണ് കരുതുന്നത്. ഇവിടുത്തെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് നഗരസഭയ്ക്ക് വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കണം, കേരള സർക്കാർ ഏറ്റെടുക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലേക്ക് ഇത് കൊണ്ടുവരുന്നതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ഇവിടുത്തെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും എല്ലാവരും തന്നെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. FACTയിൽ നിന്നും HAL പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് ജലശുദ്ധീകരണശാല പ്രവർത്തിച്ചിരുന്നത്. ഇത് തിരികെ നൽകണമെന്ന വ്യവസ്ഥ നിലനിൽക്കുന്നതിനാലാണ് പ്ലാന്റ് പൊളിച്ചുമാറ്റി ഭൂമി വിട്ടു നൽകാൻ HAL ഒരുങ്ങുന്നത്. അതിനിടെ പ്ലാന്റിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന യന്ത്രങ്ങളും നഷ്ടമായി. ഇവിടെ നിന്നും ഇവ മോഷ്ടിച്ചതായാണ് കണ്ടെത്തൽ. ഏലൂരിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോൾ തന്നെയാണ് ഇങ്ങനെ ഒരു ജലശുദ്ധീകരണശാല അടച്ചുപൂട്ടിക്കിടക്കുന്നത്. ഇത് പൊതുജനങ്ങൾക്കായി വിട്ടുകിട്ടണമെന്നുള്ളൊരാവശ്യം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ജനങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. HAL ഈ കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിന് മുൻപ് ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടലുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ക്യാമറമാൻ ശശികാന്തിനൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി.